ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റോബസ്റ്റ പഴം കൊണ്ടൊരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് സ്നാക്കായിട്ടും ഉപയോഗിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇതിലേക്ക് 3 റോബസ്റ്റ പഴമാണ് എടുക്കുന്നത്. റോബസ്റ്റ പഴം തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല, നമ്മുടെ കയ്യിലുള്ള ഏത് ചെറുപഴവും യൂസ് ചെയ്യാം. നേന്ത്രപ്പഴം അത്രക്ക് നല്ല തോല് പഴുത്ത് കറുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണെങ്കിൽ അതും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ നേന്ത്രപ്പഴത്തേക്കാണ് ടേസ്റ്റ് കൂടുതലാണ് സാധാരണ ചെറുപഴം അല്ലെങ്കിൽ ഇതുപോലെ റോബസ്റ്റ പഴം ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഈ പഴമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 പഴമാണ് എടുത്തിട്ടുള്ളത്. ചെറിയ പഴം ആയതുകൊണ്ടാണ് 3 എടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞ അളവിൽ തയ്യാറാക്കാനാണെങ്കിൽ ചെറുതാണെങ്കിൽ 3, വലുതാണെങ്കിൽ 2 എടുത്താൽ മതിയാകും. ഇപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് വട്ടത്തിൽ ഒന്ന് അല്പം ചരിച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇത് സ്നാക്കായിട്ടും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാം. കുട്ടികൾക്ക് സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് സ്നാക്കായിട്ട് അവർക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാവുന്നതുമാണ്. അതുപോലെ തന്നെ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നവർക്ക് അങ്ങനെയും ചായക്കൊക്കെ കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകാം. ഇനിയിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് തേങ്ങയാണ്. ഫ്രഷായിട്ട് ചെറുക്കി എടുത്തിട്ടുള്ള 1/2 കപ്പ് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് മിൽക്ക് മെയ്ഡാണ്. ഏകദേശം ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതുമാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഫ്ലേവറിനായിട്ട് ഞാനൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഫ്ലേവറായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കാവുന്നതുമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഏതാണോ ആ ഫ്ലേവർ കയ്യിലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് സമയമൊന്നും കുക്കിംഗ് ടൈം വരുന്നില്ല. ഒരു 7-8 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഒരു സ്നാക്കാണ്. ഇപ്പോൾ ഇവിടെ മിക്സ് ചെയ്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് 4 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതേപോലെ ഒരു പാൻ അടുപ്പത്ത് വെക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ആ ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബട്ടർ എപ്പോഴും മെൽറ്റായി വരാൻ വേണ്ടിയിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് ചട്ടി ചൂടാക്കിയിട്ട് വേണം നമ്മൾ ബട്ടർ മെൽറ്റാക്കി എടുക്കാൻ. അല്ലെങ്കിൽ ബട്ടർ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുന്ന ഒന്നാണ്. ഹൈ ഫ്ലെയിമിലേക്കൊക്കെ വെച്ചിട്ട് ബട്ടർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പുകഞ്ഞിട്ട് കത്ത് പോകും. അപ്പോൾ അത് വരാതിരിക്കാൻ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ബട്ടർ ഒന്ന് മെൽറ്റാക്കിയതിന് ശേഷം നമ്മുടെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ബ്രെഡിൽ നിന്ന് ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ ബ്രെഡ് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് പാലാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഞാനിവിടെ തിളപ്പിച്ച പാലാണ് എടുത്തിട്ടുള്ളത്. തിളപ്പിച്ചതിന് ശേഷം തണുത്തിട്ടുള്ള പാലാണ്. പാലിലേക്ക് ഞാൻ മധുരം ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് മധുരം ചേർക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുത്താലും മതിയാകും. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കുക. ബ്രെഡ് ഒന്ന് കുതിർന്ന് നിൽക്കുന്ന രീതിയിൽ പാല് ചേർക്കണം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ ആ മിക്സ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം നട്ട്സൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. അതൊക്കെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോഴും നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ കറുത്ത എള്ളോ വെളുത്ത എള്ളോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വെത്ത് ചെയ്താലും നല്ല ടേസ്റ്റാണ്. ഇതേപോലെ എല്ലാതും നന്നായിട്ടൊന്ന് നിരത്തി റെഡിയാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു ബ്രെഡ് കൂടെ വെച്ച് കൊടുക്കാം. പിന്നെ ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് നമുക്ക് പാല് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ ഒഴിച്ചിട്ടില്ല. പാല് ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ്. ഒഴിച്ചാൽ ഒന്നും കൂടി നല്ല ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ആദ്യം ചേർത്തിട്ടുള്ള ആ പാലും പിന്നെ എന്താ പറയുക, നമ്മൾ പഴത്തിൻ്റെയൊക്കെ ആ ഒരു കൂട്ടില്ലേ അതിൽ നിന്നുള്ള ആ മിൽക്ക് മെയ്ഡിൻ്റെ നനവൊക്കെ ഇറങ്ങിയിട്ട് കുതിർന്ന് കിട്ടിക്കോളും. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം രണ്ടാമത്തെ ബ്രെഡിൻ്റെ മുകളിൽ ഒരല്പം പാല് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഒരു ടീസ്പൂണോളം വരുന്ന ബട്ടർ ചേർത്തിട്ട് ഇങ്ങനെ എല്ലായിടവും ഒന്ന് നമുക്കൊന്ന് മുരിപ്പിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇത് ഒരെണ്ണം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് മറ്റേ ഒരെണ്ണം കൂടി റെഡിയാക്കി എടുക്കാം. പാലിലേക്ക് നമ്മൾ ബ്രെഡ് മുക്കിയതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുക്കരുത്. അപ്പോൾ നമുക്ക് ബ്രെഡ് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും. ഇങ്ങനെ പാല് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാകും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ബ്രെഡ് കുതിരാനായിട്ടുള്ള പാകത്തിനുള്ള പാല് മാത്രമേ ചെല്ലുള്ളൂ. അപ്പോൾ ആദ്യം 1 ടീസ്പൂൺ ബട്ടർ ചേർക്കുക. അതിന് ശേഷമാണ് ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ മിക്സ് ചേർത്ത് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. അപ്പോൾ രണ്ടും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ്, വളരെ സിമ്പിളുമാണ് തയ്യാറാക്കിയെടുക്കാൻ. സാധാരണ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രമാണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ നല്ലൊരു വെറൈറ്റി ടേസ്റ്റുമാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യാം കേട്ടോ.
ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.